ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ടു TCM. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബെസ്റ്റ് 7 സീറ്റർ കാർ അണ്ടർ 10 lakhs. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ 5th പ്ലേസിലെ കാർ ടാറ്റയുടെ ഹെക്സയാണ്. സർവീസ് സെൻറ്റർ ഫ്ലോപ്പാക്കിയ ഒരു കാർ, അത് ടാറ്റ ഹെക്സയാണ്. സർവീസിൻ്റെ പ്രശ്നവും പാർട്സിൻ്റെ പ്രശ്നവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബെസ്റ്റ് കാർ എന്ന് വിളിക്കാൻ പറ്റിയ കാറാണ് ടാറ്റ ഹെക്സ. ഈ കാർ നമുക്കൊരു 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ബഡ്ജറ്റിൽ ലഭ്യമാണ്. സേഫ്റ്റിനെ കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. 4ാം സ്ഥാനത്തെ വണ്ടിയായി വരുന്നത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. കുറഞ്ഞ സർവീസും നല്ല മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ വണ്ടി. ആവശ്യത്തിനുള്ള ലുക്കും ആവശ്യത്തിനുള്ള പവറും ഉള്ളൊരു നല്ലൊരു ഫാമിലി കാറാണിത്. ഇത് നിങ്ങൾക്കൊരു 7 ലക്ഷം മുതൽ 10 ലക്ഷത്തിനുള്ളിൽ നല്ലൊരു വണ്ടി കിട്ടുന്നതാണ്. 3ാം സ്ഥാനത്തെ വണ്ടി ടൊയോട്ട ഇന്നോവ. നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനും അത്യാവശ്യം മൈലേജുമുള്ള ഒരു കിഡിലൻ 7 സീറ്റർ കാറാണ് ടൊയോട്ട ഇന്നോവ. ലോ മെയിൻ്റെനൻസും ഹൈ റീസെയിൽ വാല്യൂമുള്ള ഒരു കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് കാർ. ഈ കാർ നിങ്ങൾക്ക് 2014-15 മോഡൽ അറൗണ്ട് ഒരു 10 ലക്ഷത്തിൽ താഴെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ 2ാം സ്ഥാനത്തുള്ള വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും നല്ല റിലയബിളുമായിട്ടുള്ള എഞ്ചിനാണിത്. ഇന്നോവ വേണ്ട, പകരം കുറച്ചും കൂടെ മാസീവായിട്ടുള്ള വണ്ടി വേണമെന്നുള്ളവർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഓഫ് റോഡും പോകാൻ പറ്റിയ ഒരു 4x4 വേരിയൻറ്റും കൂടി ഇതിനുണ്ട്. ഇന്നോവയിലും കുറച്ചും കൂടെ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. 2009 മുതൽ 13 വരെയുള്ള മോഡൽ നമുക്കൊരു 10 ലക്ഷത്തിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ 1ാം സ്ഥാനത്തുള്ള വണ്ടി പജേറോ സ്പോർട്ടാണ്. നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനും മാസീവ് ലുക്കും ഫോർച്യൂണറിനേക്കാൾ ഓഫ് റോഡ് കേപ്പബിലിറ്റിയുമുള്ള ഒരു കിഡിലൻ കാറാണ് പജേറോ സ്പോർട്ട്. കമ്പനി നിർത്തിപ്പോയെങ്കിലും പാർട്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. മെയിൻ്റെയിൻ കോസ്റ്റ് അത്യാവശ്യം കൂടുതലാണെങ്കിലും ഇതെടുക്കുന്നവർക്ക് ആ ഒരു മൈൻഡ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ വണ്ടി 2012 തൊട്ട് 15 വരെയുള്ള മോഡൽ ഒരു 10 ലക്ഷത്തിനകത്ത് ലഭ്യമാണ്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.